തയ്യബ്. ഏതായാലും അവലം യറൽ ഇൻസാനു അന്നാ ഖലഖ്നാഹു മിൻ നുത്ഫത്തിൻ, ഒരു നുത്ഫയിൽ നിന്നാണ് നാം അവനെ സൃഷ്ടിച്ചത് എന്ന് ഈ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലേ, അറിയുന്നില്ലേ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. കണ്ടോ, ഒരു രേതസ്കണത്തിൽ നിന്ന്, ശുക്ലാണുവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. ഫ നമ്മളവിടെ ഫൗൽ ഇഫ്സാഹ് എന്ന് പറയും. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം, രേതസ്കണത്തിൽ നിന്ന് അവൻ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഇതാന്ന് പറഞ്ഞാൽ ഇതാൽ ഫുജായി എന്നറിയും, പൊടുന്നനെ. ഇതാ ഹുവ അവനായിത്തീരുന്നു, എന്തായിത്തീരുന്നു? ഖസീമുൻ മുബീനും. ഖസീം എന്താ? ഖസീം ആരാ? എന്താ ഈ ഖസീം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ. എന്താ സലാസത്ത്? 3 കൂട്ടർ. അന ഖസ്മുഹും, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് തർക്കിക്കും. യൗമൽ ഖിയാമ, ഞാൻ അവർക്ക് വേണ്ടി തർക്കിക്കുന്നവനാണ് യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിന്നാണ്. 3 കൂട്ടർ. അപ്പോൾ ഖസ്മുഹു എന്നാണ് എന്താ? തർക്കിക്കുന്നവൻ എന്നാണ്. നബി തങ്ങൾ തർക്കിക്കും. ആർക്ക് വേണ്ടിയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തർക്കിക്കുക? 3 കൂട്ടർ. ഒന്ന്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നൽകിയിട്ട് ചതി പ്രയോഗം നടത്തിയവൻ, ഒരാൾക്ക് വാക്ക് കൊടുത്ത് അല്ലെങ്കിൽ കരാർ ചെയ്ത് എന്നിട്ട് അതിൽ ചതി നടത്തിയവൻ. 2, ഒരു സ്വതന്ത്രനായ വ്യക്തിയെ പിടിച്ച് അടിമയാക്കി വിറ്റ് അതിൻ്റെ പണം കൊയ്തവൻ. പിന്നെ ഒരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച്, ജോലി പൂർണ്ണമായി ചെയ്യിച്ച് കൂലിക്ക് വിളിച്ചിട്ട് എന്നിട്ട് ആ അജീർ കൂലിക്കാരന് വിളങ്ങിയവൻ, കൂലി കൊടുത്തില്ല, കൂലി കൊടുക്കാത്ത പിന്നെ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പിന്നെ മുതലാളി, അവർക്കെതിരിൽ ഞാൻ തർക്കിക്കുമെന്നാണ് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഖസ്മുഹും എന്ന് പറയല്ലേ, ഖാസമ, തർക്കിക്കുക. ഖസീം എന്ന് പറഞ്ഞാൽ എന്താ? ഖസീം എന്ന് പറയുമ്പോൾ അത് അഗാധാർത്ഥ പ്രയോഗമാണ്. ഫഈൽ, വലിയ തർക്കി, അങ്ങേറ്റത്തെ തർക്കിയതാണ് ഖസീം. ജിദാൽ എന്താ? അതാണ് ഇത് തർക്കം, ജിദാൽ. വലാ തുജാദിലു അഹ്ലൽ കിതാബ്, വേദക്കാരോട് നിങ്ങൾ തർക്കിക്കരുതേ, ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല നിലയ്ക്കല്ല എന്ന് പറഞ്ഞില്ലേ. ജിദാൽ മുഖാസമ എന്ന് പറഞ്ഞെങ്കിൽ തർക്കാണ്. ഇവിടെ ഫഇദാ ഹുവ, ഈ രേതസ്കണത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവനായിത്തീരുന്നു ഖസീമുൻ, എന്താ? അങ്ങേയറ്റത്തെ തർക്കിക്കുന്നവൻ. മുബീനും എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തമായ തർക്കി. മുദ്ഹിറുൻ എന്നൊക്കെ അർത്ഥം പറഞ്ഞു. ഫഇദാ ഹുവ ഖസീമുൻ മുബീനുൻ, അങ്ങേയറ്റത്തെ തർക്കിയാകുന്നു, അതും വ്യക്തമായ തർക്കി. എന്താ തർക്കി? പിന്നെ ആ തർക്കാണ് ഇനി പറയാൻ പോകുന്നത്. വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹു, ആ തർക്കത്തിൻ്റെ ഭാഗം അല്ലാഹ് പറയാണ് മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. അതാണ് മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, നമുക്ക് വരാനിരിക്കുന്നതാണ് അടുത്ത ആയത്താണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ശരിക്ക് നുതുഫയിൽ നിന്നാണ് താൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ബോധ്യമുള്ള ഒരു മനുഷ്യന് എന്താ വേണ്ടത്? അവന് ശരിക്ക് അഹങ്കരിക്കല്ലേ വേണ്ടത്. ഈ നുതുഫൻ്റെ പ്രത്യേകത എന്താ? നുതുഫയെ ആളുകൾ എന്തായിട്ടൊക്കെയാണ്? നുതുഫത്തുൻ ഖദീറ എന്നാണ്. ആളുകൾ നുതുഫ മേത്തായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? വേഗം കഴുകൂല്ലേ? അതൊരിക്കലും പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ, കാരണം എന്താണ്? നുതുഫ അത് നജസല്ല, പക്ഷെ നുതുഫ എന്താണ്? അത് പിന്നെ മേത്തായിൽ കഴുകി കളയണം, അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാൻ പിന്നെ പാടുള്ളതല്ല, അത് പോക്കണം, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടതല്ലേ. പിന്നെ അഹങ്കാരിയോട് ഒരാളിങ്ങനെ അഹങ്കരിച്ച് വരികയാണ്, ഇങ്ങനെ ഗമയിൽ വരികയാണ്, എന്നിട്ട് ചോദിക്കാൻ ആളുകളോട് പിന്നെ ഞാൻ ആരാന്നറിയില്ലേന്ന്. ഞാൻ ആരാ അറിയില്ല. അറിയും, നീ ആരാന്നറിയാം. നീ ആദ്യം നുതുഫത്തുൻ ഖദീറയാണ്, ഇനി ജീഫത്തുൻ എന്താണ്? മദിറ, ദുർഗന്ധം വമിക്കുന്ന ജീഫയായിട്ട് മാറും, ശവായിട്ട് മാറും. തുടക്കത്തിൽ നുതുഫത്തുൻ ഖദീറയായിരുന്നു, പിന്നെ ആരായി മാറും? ശവായിട്ട് മാറും. ശവായിട്ടുണ്ടെങ്കിൽ പിന്നെ ആളുകൾ മൂക്കത്ത് വരച്ചിട്ടാണ് എടുത്തേക്ക് വരുന്നത്, അങ്ങനത്തെ ജീഫയായി മാറും. പിന്നെ അതിനിടയിലുള്ള കാലം നിൻ്റെ ഉള്ളിൽ വഹിക്കുന്നത് ആദിറയാണ്. ആദിറ എന്താ? കുടലിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? അത് ആദിറയാണ്, കാഷ്ടം. അതാണ് ചുമന്ന് നടക്കുന്നത്. തുടക്കത്തിൽ നുതുഫ, കുറച്ച് കഴിഞ്ഞിട്ടെങ്കിൽ ഇനി ജീഫ, അതിനിടയിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്നത് എന്താ? ഈ ആദിറ, പളൻ്റെ ഉള്ളിൽ അതാണ്. ഇത് പൊളിച്ചിട്ട് പുറത്തിട്ടുണ്ടെങ്കിൽ ആകെ മാറും. അപ്പോൾ അതാണ് നീ എന്ന് പറയുന്നത്. അയാളുടെ അഹങ്കാരത്തിന് അല്പം ഒന്ന് ഒരു പിന്നെ ഇത് കൊടുത്താണ് ചികിത്സ. മനുഷ്യനെന്താ വേണ്ടത്? ഈ ആലോചനയിൽ വിനയാനിതനാകാണ് വേണ്ടത്. എനിക്ക് ഇന്നലെ ഇങ്ങനെ ഒരു അവസ്ഥ കഴിഞ്ഞു പോയിട്ട് ഞാൻ ഇതായിരുന്നു എന്നാണ് വേണ്ടത്. അപ്പോൾ ഒരിക്കലും നെകളിപ്പ് വരില്ല. പക്ഷേ ഈ പിന്നെ ബഹുദൈവ വിശ്വാസികൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുന്നവർ
അവരിത് മറന്നിട്ട് എന്ത് ചെയ്യാണ്, കുതർക്കിയായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മളോട് പറയുന്നത്. ഖലാസ് വരുന്നല്ല അവലന്നറൽ ഇൻസാൻ, ഇത് ഉബയ്യ് ഇബ്നു ഖലഫ്, ഇത് ആസ് ഇബ്നു വാഇൽ, ഇത് അബൂജഹൽ അംർ ഇബ്നു ഹിഷാം അല്ലേ. അവരുടെ പേരിലാണ് ഈ ആയത്ത്. ഇത് മനുഷ്യവർഗം മൊത്തത്തിലായാലും ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? ഈ മൂന്നാളുകളാണ്. കാരണം അവരാണ് ഈ ഫുദർക്കികൾ. പക്ഷേ ഇവർ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഉബയ്യ് ഇബ്നു കഅബിൻ്റെ മക്കളിൽ പിന്നെ അബ്ദുള്ള ഇബ്നു ഉബയ്യ്, സമ്അ ബിൻ ഉബയ്യ്, വഹബ ബിന്തു ഉബയ്യ്. വഹബ പെൺകുട്ടിയാണ്, ഇയാളെ പെൺമകൾ. പിന്നെ അബ്ദുള്ളയും സമ്മയും അവരൊക്കെ സഹാബികളാണ്, ഇസ്ലാം സ്വീകരിച്ചു. അപ്പം ഇങ്ങനെയാണെങ്കിലും നബി തങ്ങളുടെ കയ്യാൽ ആരും നേരിട്ട് കൊല്ലപ്പെട്ടിട്ടില്ല. ഒരാൾ നബി തങ്ങളെ നേരിട്ട് കൊന്നിട്ടില്ല. പക്ഷേ ഈ ഉബയ്യ് ഇബ്നു ഖലഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ളൊരു ആയുധപ്രയോഗമേറ്റാണ് കൊല്ലപ്പെടുന്നത്. ഒരു ആയുധപ്രയോഗം, അതായത് ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പരീക്ഷിക്കപ്പെട്ട് മുറിവേറ്റ് വേദനയിൽ നിൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരക്കി വരുന്നുണ്ട്. പിന്നെയും മാളത്തിലിട്ട് കുത്താറില്ല, അതേപോലെ വരുന്നുണ്ട്, ആ മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് വിടാൻ. അങ്ങനെ റസൂലുള്ളാഹിയുടെ കയ്യിൽ ഒരു ഹറബ ഉണ്ടായിരുന്നു. ആ ഹറബ കൊണ്ട് റസൂലുള്ള വെറുതെ തോണ്ടിയിട്ടേ ഉള്ളൂ. പക്ഷെ അതിൽ വേപത് കൊണ്ട് പോയി ഇവൻ വഴിയിൽ വെച്ചിട്ട് തീരുക ചെയ്തത്. ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊന്ന ഏക വ്യക്തിയാണ്. റസൂലുള്ള ആരും കൊന്നിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ആയുധ പ്രയോഗം ഏറ്റിട്ട് പോയിട്ട് ഇയാൾ മക്കയിലേക്കുള്ള വഴിയിൽ തീരുകയാണ് ചെയ്തത്. ഉബയ്യ് ഇബ്നു ഖലഫ്, ഉമയ്യ ഇബ്നു ഖലഫിൻ്റെ സഹോദരൻ ഉബയ്യ് ഇബ്നു ഖലഫ് അൽ ജമഹി, ബനു ജമഹ ഗോത്രക്കാരനാണ്. ഇതൽ ആസ് ഇബ്നു വാഇൽ സഹ്മി ഉണ്ടോ. ഈ അൽ ആസ് ഇബ്നു വാഇൽ സഹ്മിയും ഇതേപോലെ ഭയങ്കര ധിക്കാരിയും പരിഹാസിയായിരുന്നു. ഇയാൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇയാളുടെ മക്കൾ ആരാ? ഒന്ന് അംർ ബിൻ ആസ്, മറ്റൊന്ന് അംർ ബിൻ ആസും ഹിഷാം ബിനുൽ ആസും. അംർ ബിൻ ആസും ഹിഷാം ബിനുൽ ആസും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇബ്നാൽ ആസ് മുഅ്മിനാനി എന്നാണ്. ഇബ്നാൽ ആസ്, ഈ ആസിൻ്റെ രണ്ട് ആൺമക്കൾ മുഅ്മിനാനി വിശ്വാസികൾ എന്നാണ് അല്ലേ. അംർ ബിൻ ആസും ഹിഷാം ബിൻ ആസാണ് അല്ലേ. അവരുടെ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അത്ഭുതമാണ് നമ്മൾ. ഈ പിന്നെ പ്രത്യേകിച്ച് ഹിഷാം, അതേപോലെ അംറും, അവരുടെ രക്തസാക്ഷിത്വവും ഒക്കെ വിഷയം. പിന്നെ ഹിഷാമിൻ്റെ രക്തസാക്ഷിത്വം യർമൂക്ക് യുദ്ധത്തിലൊക്കെ ഒരു വലിയ ചരിത്രമാണ്. അതേപോലെ അബൂജഹൽ അംർ ബിൻ ഹിഷാം. അബൂജഹൽ നമുക്കറിയാം ബദറിൽ കൊല്ലപ്പെട്ടു ഹീനമായിട്ട്. പക്ഷേ ഈ അബൂജഹലിൻ്റെ മക്കൾ ഇക്രിമ, അതേപോലെ തന്നെ അബൂജഹലിൻ്റെ പിന്നെ പെൺമക്കളാണ് ഉമ്മു ഹക്കീം, അതേപോലെ തന്നെ ജമീല, പിന്നെ പേരുകളിൽ പിന്നെ ഉള്ള അബൂജഹലിൻ്റെ പെൺമക്കൾ, അവരൊക്കെ ഇസ്ലാം ആശ്ലേഷിക്കുകയാണ് ചെയ്തത്. അല്ലാക്കുല്ലി ഞാനതൊരു പിന്നെ ഒരു ഫായിദായിട്ട് പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി അവലം യറൽ ഇൻസാനു അന്നാ ഖലഖ്നാഹു മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ, ഇനി അതിൻ്റെ ആ ബാക്കിയും നമുക്ക് അതിൻ്റെ സൂറത്തുൽ യാസീൻ്റെ ബാക്കിയും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച പൂർത്തീകരിക്കാം ബിഇദ്നില്ല. അതെ ഇന്നൽ ബുക്കാ മിനശ് ശൈത്താൻ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് റസൂലുള്ളാഹി യമനിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹു അയക്കുന്നത്, യമനിലേക്ക്. അപ്പോൾ യമനിലേക്ക് മുആദിനെ അയക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അനുഗമിക്കുന്നുണ്ട്, കൂടെ പോകുന്നുണ്ട്. അപ്പോൾ കൂടെ പോയിട്ട് യാത്ര ആക്കുമ്പോൾ റസൂലുള്ള മുആദിനോട് പറയാണ്, മുആദെ പിന്നെ താങ്കൾ യമനിലേക്കാണ് പോകുന്നത്. എന്നിട്ട് യമൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഇനി നിങ്ങൾ മടങ്ങി വരുമ്പോൾ ഞാൻ സന്ധിച്ചോളണമെന്നില്ല. നിങ്ങൾ മടങ്ങി വരുമ്പോൾ നിങ്ങൾ എൻ്റെ മസ്ജിദിനരികിലൂടെ, എൻ്റെ ഖബറിനരികിലൂടെ ആയിരിക്കും വരിക എന്ന് പറയുന്നുണ്ട്. എൻ്റെ മസ്ജിദിനരികിലൂടെ, എൻ്റെ ഖബറിനരികിലൂടെ ആയിരിക്കും വരിക എന്ന് പറയുന്നുണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്കി, ആ യാത്ര ഇപ്പോൾ എങ്ങനെ ഉണ്ടാവും? മുആദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുആദ് ഭയങ്കര പ്രതിഭയാണ്. ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അന്ത്യനാളിൽ മുആദ് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഉലമാക്കളുടെ ഒരു റത്വ അകലെ അദ്ദേഹം മുന്നിലായിട്ട് ഉലമാക്കളുടെ എത്രയും മുന്നിലായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. പിന്നെ മുആദ് റളിയല്ലാഹു അൻഹു ആലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം, ഹലാൽ ഹറാം വിഷയത്തിൽ ഉമ്മത്തിൽ ഏറ്റവും അറിവുള്ള ആളാണ് മുആദ്. അതുകൊണ്ട് തന്നെ വലിയ പണ്ഡിതനാണ്. അപ്പോൾ മുആദ് റസൂലുള്ള പറയുമ്പോൾ അറിയാം എന്താണ് ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. ഇനി വരുമ്പോൾ എൻ്റെ ഖബറിൻ്റെ അരികിലൂടെ നിങ്ങൾ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ അവസാന കാഴ്ചയാണിത്. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പിന്നെ അവിടെ നിന്ന് കരയാണ്, അദ്ദേഹം കരയാണ്. അപ്പോഴാണ് വിശ്വാസം പറഞ്ഞത് പിന്നെ അങ്ങനെ കരയാൻ പാടുള്ളതല്ല, കരച്ചിൽ അത് ശൈത്താനിൽ നിന്നാണ്, ശൈത്താൻ്റെ ദുഷ്പ്രേരണതയിലാണ്. നമ്മളെന്ത് ചെയ്യും? കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പം പിന്നെ അത് പിന്നെ അനിഷ്ടങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് പലപ്പോഴും ജാഹിലിയത്തിൽ കരയുന്നത് എന്താ? കരച്ചിൽ അത് പിന്നെ ശൈത്താൻ്റെ പ്രവൃത്തി തന്നെയാണ്. കാരണം മരണപ്പെട്ടവരുടെ പേരിൽ വാവിട്ട് കരയുക, നിലവിളിക്കുക തുടങ്ങിയിട്ടുള്ളതായ വിഷയമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ കുട്ടികളുടെ മരണത്തിൽ കരഞ്ഞപ്പോൾ, ഇബ്രാഹിം എന്ന കുട്ടി കരഞ്ഞപ്പോൾ റസൂലുള്ളാഹിയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒലിച്ചു വന്നു. അപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിക്കണം, മഹാദ ഇതെന്താണ്, എന്താ നിങ്ങൾ കരയുന്നതെന്ന്.
അപ്പോൾ റസൂൽ പറഞ്ഞു ഇന്നഹാ റഹ്മ, ഇത് കാരുണ്യാണ്, ഇതുകൊണ്ട് പ്രശ്നമല്ല. റസൂല ചൂണ്ടി നാവിലേക്ക്, ഇതാണ് പ്രശ്നം, നാവുകൊണ്ട് ഒച്ച ഉണ്ടാക്കി കരയല്ല, അത് പാടുള്ളതല്ല എന്ന് പറഞ്ഞ്. അത് കരയാൻ പാടില്ലല്ല. കരച്ചിൽ കണ്ണുകൊണ്ടുള്ളതാകാം, പക്ഷേ നാവുകൊണ്ട് കരയാൻ പാടില്ല. ആ കരച്ചിലിനെ കുറിച്ചാണ് പറഞ്ഞത് ഇന്നൽ ബുക്കാമിന ശൈത്താൻ എന്ന് പറഞ്ഞത്. അത് ശൈത്താൻ്റെ പ്രേരണ. നമുക്കൊക്കെ ദുഃഖം വരും, കരച്ചിൽ വരും, കണ്ണീര് വലിക്കും, അത് വേണം. ഇന്നൽ ഐനത്തദ്മ, കണ്ണുകൾ കരയണം. റസൂല പറഞ്ഞില്ലേ വൽ ഖൽബ് യഹ്സൻ, ഹൃദയം ദുഃഖിക്കും. വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന, നാവുകൊണ്ട് റബ്ബിനെ പ്രീതിപ്പെട്ടേ നമ്മൾ പറയുള്ളൂ. നാവുകൊണ്ട് കരയാന്നുള്ളത് എന്തില്ല, പാടുള്ളതല്ല എന്നാണ്. അങ്ങനെ മരിച്ചവരുടെ കയ്യിൽ കരഞ്ഞപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടങ്ങിയിരിക്കാൻ പറഞ്ഞത് പെണ്ണുങ്ങളോട്. അപ്പോൾ അടക്കിയിരുത്തിയിട്ട് കരയില്ല, വീണ്ടും കരയണം. അപ്പോൾ റസൂൽ പറയാണ് മണ്ണ് കൊണ്ടുപോയിട്ട് തൊള്ളയിലിടാൻ. അത് സഹാബാ വനിതകളാണ്. അപ്പം അതങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്താണ്, മുആദിനെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ആശ്വസിപ്പിച്ചതാണ്. ഖലാസ്. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.